നമസ്കാരം. ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നക്ഷത്രദീപങ്ങളിലേക്ക് സ്വാഗതം. നക്ഷത്രദീപങ്ങളുടെ ഫൈനൽ ഡേയിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ നടക്കാൻ പോവുകയാണ്. അതിന് ഏറ്റവും കൂടുതൽ എഫേർട്ട് എടുത്തിട്ടുള്ള നക്ഷത്രദീപങ്ങളുടെ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉഷ് ചേച്ചി. നമസ്കാരം. ഉഷ് ചേച്ചി, നക്ഷത്രദീപങ്ങളുടെ ഫൈനൽ ഡേയിൽ ഒരു വലിയ കാര്യം നടക്കാൻ പോവുകയാണ്. എനിക്കറിയാം, ഈ എന്താ പറയുക, ഒരുപാട് തിരക്ക് പിടിച്ച് ഓടി നടക്കുകയാണ് ഇപ്പോഴും ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്. ഇത്രയും വലിയ ഒരു 10 പെൺകുട്ടികളെ കല്യാണം കഴിപ്പിച്ച് വിടുക, അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ജീവകാരുണ്യ പ്രവർത്തനം നടക്കുക, ഒരു നല്ലൊരു സോഷ്യൽ കോസിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക, എത്രമാത്രം ചലഞ്ചിങ് ആയിരുന്നു ഈ ഒരു മുഴുവൻ ഒരു പ്രോസസ്? അല്ല, നമ്മൾ നക്ഷത്രദീപങ്ങൾ തുടങ്ങിയപ്പോ ഞാൻ പറഞ്ഞ ഒരു കാര്യമാണ് 10 പെൺകുട്ടികളെ വിവാഹം കഴിച്ചു വിടണം. അപ്പൊ ശരിക്കും നമ്മള് എല്ലാവരും സംശയത്തിലായിരുന്നു, ഇത് നടക്കുമോ, ഇതിത്രയും ഫണ്ട് മുടക്കാൻ പറ്റിയൊരു സ്പോൺസറെ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ, എന്റെ ടീമിന് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നൊരു ഡൗട്ട് എല്ലാവർക്കും ഉണ്ടായിരുന്നു. അതിലേറെ എനിക്കും ഉണ്ടായിരുന്നു. ഒരു ആവേശത്തിന് നമ്മളത് നമ്മുടെ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചെങ്കിലും പറ്റിയൊരു സ്പോൺസറെ കണ്ടുപിടിക്കാൻ പറ്റുമോ, അതിനെന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് എന്റെ ടീമിലുള്ള സമദാണ്. സമദിന്റെ ഫ്രണ്ടാണ് അഫ്താബ്. അപ്പോ അഫ്താബിനോട് നേരത്തെ എന്നെ സമദ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അഫ്താബിനോട് ഞാൻ ഈ വിഷയം പറഞ്ഞപ്പോ ഒരു മടിയും കൂടാതെ അഫ്താബ് ഇത്രയും നല്ലൊരു കാര്യത്തിന് നമ്മൾ പറഞ്ഞ കാര്യം ചെയ്യാമെന്ന് സമ്മതിച്ചതിന് ശേഷം പിന്നെ കേരളയിലേക്ക് ഒരുപാട് ആപ്ലിക്കേഷൻ വന്നു. പിന്നെ ഈ ആപ്ലിക്കേഷൻ വെച്ചിട്ട് അതിൽ പറ്റിയ പെൺകുട്ടികളെ തെരഞ്ഞെടുക്കണം. അത് നമ്മൾ ഏറ്റവും കൂടുതൽ അതിന് സഹായിച്ച ഗാന്ധിഭവനാണ്. നമ്മൾ ഗാന്ധിഭവനിൽ അവരുമായിട്ട് ചേർന്നിട്ടാണ് ഈ ഒരു സമൂഹ വിവാഹം നടത്തുന്നത്. അപ്പോൾ അവരതിന്റെ അർഹരായ 10 പെൺകുട്ടികളെ സെലക്ട് ചെയ്തു. നമ്മൾക്ക് വന്ന ആപ്ലിക്കേഷൻസ് കൂടാതെ ഗാന്ധിഭവനിലെ 2 അന്തേവാസികൾ കൂടെയുണ്ട്. അതിലെനിക്ക് ഏറ്റവും സന്തോഷമുള്ളതെന്ന് വെച്ചാൽ ഗാന്ധിഭവനിൽ തന്നെയുള്ള ഒരു അത്രയ്ക്ക് ബുദ്ധിയില്ലാത്തൊരു കുട്ടിയുണ്ട്. തീരെ ബുദ്ധിയില്ലാത്ത കുട്ടിയല്ല, പക്ഷെ ധന്യ എന്നു പേരുള്ളൊരു കുട്ടിയുണ്ട്. അപ്പോൾ നമ്മൾ സെലക്ഷൻ നടത്തിയ സമയത്ത് അതുപോലെ തന്നെ ഒരു പയ്യനും കൂടെ വന്നു എന്നുള്ളതാണ്. എന്റെ നാട്ടുകാരൻ തന്നെയാണ് ആ പയ്യൻ. പക്ഷെ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഈ പയ്യനെ പരിചയപ്പെടുന്നത്. എന്റെ ബാപ്പയുടെ കൂടെ SI ആയിട്ട് റിട്ടയറായ ഒരാളുടെ മകൻ കൂടെയാണ്. അപ്പോ ഇത്രയും നല്ലൊരു ഈ ഒരു കാര്യത്തിൽ അവര് വന്നു. പിന്നെ ഒരു പെൺകുട്ടിയെ, ഈ ധന്യയെ തന്നെ തിരഞ്ഞെടുത്തു. നമ്മൾ ഈ ചെയ്യുന്നതിൽ ആ ഒരു നല്ല കാര്യം മതി, വളരെ സ്പെഷ്യലാ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. അത് ഈ പയ്യന്മാരെ സെലക്ട് ചെയ്യാന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ. ഒരുപാട് ലീഗൽ പ്രൊസീജിയേഴ്സ് വേണ്ടി വന്നില്ല, ലീഗൽ ഹെൽപ്പ്. അതൊന്നും ഒരു വാക്കിലൊന്നും പറഞ്ഞാൽ തീരത്തില്ല. ഞങ്ങൾ ഇതിന്റെ പ്രൊഡ്യൂസർ സെന്തിലും ഡയറക്ടർ സെന്തിലും ഞാനും ഒക്കെ ഇതിന്റെ പുറകെ ഒത്തിരി ഇതിന്റെ ലീഗൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു, ഒരുപാടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഏകദേശമൊക്കെ ശരിയാക്കി ഞങ്ങള്. ഇതെങ്ങനെയാണ് നിങ്ങൾ ഗാന്ധിഭവനിൽ വെച്ച് തന്നെയാണോ ഈ ഇവരെ സെലക്ട് ചെയ്തതും മാച്ച് ചെയ്തത്, മാച്ച് മേക്കിംഗ് എങ്ങനെയാണ്? അതൊക്കെ ഭയങ്കര രസമായിരുന്നു. ഞങ്ങളിതൊരു ചലഞ്ചായിട്ടാണ് എടുത്തത്. നമുക്ക് അത്ര ഇതൊന്നും ആദ്യമായിട്ട് ചെയ്യുന്നൊരു കാര്യമാണല്ലോ. അപ്പൊ ഗാന്ധിഭവൻ പക്ഷെ നേരത്തെ ഇതൊക്കെ ചെയ്ത് ശീലമുള്ള. അപ്പൊ അവരുമായിട്ട് ചേർത്ത് ഇതൊക്കെ ചെയ്യാൻ പറ്റിയത് വലിയൊരു എക്സ്പീരിയൻസ് കൂടെയാണത് ജീവിതത്തിൽ. ഈ പെൺകുട്ടികളെ മാത്രമാണ് നമ്മൾ സെലക്ട് ചെയ്ത് നമ്മുടെ ഇതിൽ നിന്ന് സെലക്ട് ചെയ്തത്. പക്ഷെ ഈ ആൺകുട്ടികൾ വന്ന ആപ്ലിക്കേഷൻസിൽ അതാണ് ഏറ്റവും കോംപ്ലിക്കേഷൻ. നമ്മൾ കറക്റ്റ് ആൾക്കാരെ തപ്പി പിടിച്ചിട്ട് കൊടുക്കേണ്ട ഈ പെൺകുട്ടികൾക്ക്. അതെ. അപ്പോ അവരെ കുറിച്ച് അന്വേഷിക്കണം, ഇവർ പറയുന്നത് ശരിയാണോ എന്ന് അന്വേഷിക്കണം, അവരുടെ ബന്ധുക്കളുമായിട്ട് സംസാരിക്കണം, മാത്രമല്ല പുറത്തുപോയി അന്വേഷിക്കണം. ഇവരുടെ ഈ നമുക്ക് പ്രൊഫൈലിൽ തന്നിരിക്കുന്നതൊക്കെ അതൊക്കെ വളരെ വൃത്തിയായിട്ടും ഭംഗിയായിട്ടും ഒക്കെ ചെയ്യാൻ സാധിച്ചു. ഉഷേച്ചി എത്രത്തോളം എഫേർട്ട് എടുത്തിട്ടുണ്ടെന്ന് അറിയാം. പക്ഷെ ഈ ഒരു ചിരി ഞങ്ങൾക്ക് മനസ്സിലാക്കി തരുന്ന ഏറ്റവും വലിയൊരു കാര്യം, വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇപ്പോ, ഇല്ലേ? അത് ഇനി നടന്നു കിട്ടാനായിട്ടുള്ള ഒരു കാത്തിരിപ്പിലായിരിക്കും. അത് മാത്രമല്ല, എനിക്ക് ഏറ്റവും കൂടുതൽ ഇതിനകത്ത് നന്ദി പറയാനുള്ളത് നമ്മുടെ അഫ്താബിനോട് തന്നെയാണ്. പിന്നെ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് നമ്മുടെ സെന്തിലാണ്. അപ്പൊ ഇവരോടൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. എന്റെ ടീം അംഗങ്ങളും എന്നെ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ പിന്നെ ഈ നക്ഷത്രദീപങ്ങളിൽ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഡയറക്റ്റ് ആയിട്ടല്ലെങ്കിലും അവരുടെ ഒരു പ്രാർത്ഥന സപ്പോർട്ട് ഇതിനെക്കുറിച്ച് അന്വേഷിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാവരോടും നന്ദിയുണ്ട്. എല്ലാവരുടെ പ്രാർത്ഥനയും ഞങ്ങളുടെ പ്രാർത്ഥനയും ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്നവരുടെയും ഈ നമ്മൾ വിവാഹം ചെയ്തു കൊടുക്കാൻ പോകുന്ന കുട്ടികളും അവരുടെ ബന്ധുക്കളും എല്ലാവരുടെ പ്രാർത്ഥനയും നമ്മുടെ അഫ്താബിനുണ്ടാവണം. അഫ്താബിനും അഫ്താബിന്റെ കുടുംബത്തിനും ഇത്രയും വലിയൊരു കാര്യം ചെയ്ത് അഫ്താബിനുണ്ടാവണം.
ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കോടിക്കണക്കിന് പ്രേക്ഷകരുടെ പ്രാർത്ഥനയും വിശ്വാസവും ഒക്കെ എല്ലാവർക്കും ഉണ്ടാവും. ആൻഡ് ഇനി നമ്മൾ കാത്തിരിക്കുന്ന ഒരു നിമിഷം എന്ന് പറയുന്നത് ആ നന്മ നിറഞ്ഞ സന്തോഷം നിറഞ്ഞ ഒരു മുഹൂർത്തമാണ്. അത് വളരെ മനോഹരമായിട്ട് നന്നായിട്ട് നടന്നു കാണണം. അതിലേക്കുള്ളൊരു കാത്തിരിപ്പാണ് ഇനി മുതൽ നക്ഷത്രദീപങ്ങളുടെ ഓരോ ദിവസവും. അപ്പോൾ എല്ലാം ഭംഗിയായിട്ട് നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം അല്ലേ ഉഷ ചേച്ചി? താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. താങ്ക് യു. നക്ഷത്രദീപങ്ങൾ എന്ന ഈ റിയാലിറ്റി ഷോ കുറേയധികം മാസങ്ങൾക്ക് മുന്നേ കൈരളി TV നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചപ്പോൾ ഒരു റിയാലിറ്റി ഷോ അല്ലെങ്കിൽ ഒരു എന്റർടൈൻമെന്റ് ഷോ എന്നതിലുപരിയായിട്ട് സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു പരിപാടി എന്ന നിലയ്ക്കാണ് മലയാള ടെലിവിഷൻ സിനിമാ രംഗത്തെ 60ഓളം ആർട്ടിസ്റ്റുകൾ ഒരുമിച്ചുകൊണ്ട് ഈ ഒരു പ്രോഗ്രാം തുടങ്ങിയത്. ഈ ഒരു റിയാലിറ്റി ഷോയുടെ ആദ്യ എപ്പിസോഡിലായിട്ട് സമൂഹത്തിൽ നമ്മൾക്ക് നമ്മുടെ സ്നേഹം ആവശ്യമുള്ള, നമ്മുടെ സഹായം ആവശ്യമുള്ള, നമ്മുടെ പിന്തുണ ആഗ്രഹിക്കുന്ന ഒരുപാട് വ്യക്തികളെ ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിലായിട്ട് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു പ്രോഗ്രാം പോകെ നിങ്ങളിൽ ഒരുപാട് നല്ല മനസ്സുകൾ അവർക്കായിട്ടുള്ള സഹായം വാഗ്ദാനം ചെയ്തുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ആ കാര്യത്തിൽ. ഇപ്പോൾ നക്ഷത്രദീപങ്ങൾ എന്ന ഈ റിയാലിറ്റി ഷോ അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കുറേയധികം ദിവസങ്ങൾ കഴിയുമ്പോൾ അതിന്റെ ഒരു ഫിനാലെ, ഒരു ഫൈനൽ സ്റ്റേജ്, ഒരിക്കലും ഫിനാലെ എന്ന് പറയാൻ പറ്റില്ല, കാരണം അവിടെ ഒരു കോമ്പറ്റീഷൻ നടക്കുന്നതേയില്ല. ഒരു കോമ്പറ്റീഷൻ ഉപരിയായിട്ട് കുറേയധികം നല്ല നന്മയുള്ള കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്ന ഒരു വേദിയായിട്ടാണ് ഞങ്ങൾ അതിനെ കാണുന്നത്. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിൽ ഇന്നേ വരെ ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ള ഇഷ്യൂസ് അല്ലെങ്കിൽ ആ വ്യക്തികളെ ഇന്ന് ഒരിക്കൽ കൂടി നിങ്ങൾക്ക് മുന്നിലായിട്ട് അവതരിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ അവരെ ഒന്നുകൂടി പരിചയപ്പെടുത്തുകയാണ്. ഇതിൽ നിന്നും ഡിസേർവിംഗ് ആയിട്ടുള്ള പ്രൊഫൈലുകൾ ഞങ്ങൾ തിരഞ്ഞെടുത്ത് നമ്മുടെ പ്രേക്ഷകരായിട്ടുള്ള നിങ്ങളുടെയും ഇവിടെയുള്ള ആർട്ടിസ്റ്റുകളുടെയും സഹായം നമ്മൾ ആ ഫൈനൽ വേദിയിൽ വെച്ച് ഇവർക്ക് കൊടുക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ആ ഒരു പ്രൊഫൈലുകളിലേക്ക് കടക്കുകയാണ്. നക്ഷത്രദീപങ്ങൾ എന്ന ഈ ഒരു റിയാലിറ്റി ഷോയുടെ ആദ്യത്തെ എപ്പിസോഡിൽ ഞങ്ങൾ അവതരിപ്പിച്ച ഇഷ്യൂ കണ്ണൂരിൽ നിന്നെത്തിയ രമയുടെയും കുട്ടികളുടെയും ജീവിതം. അവർ HIV ബാധിതരാണ്. ഒരുപക്ഷെ അക്ഷരയും അനന്തുവിനെയും നമ്മൾക്ക് നേരത്തെ തന്നെ പരിചയമുള്ള മുഖങ്ങളാണ്. കുറേയധികം വർഷങ്ങൾക്ക് ശേഷമായിരിക്കാം ഒരു മീഡിയയിലൂടെ അവർ നിങ്ങളുടെ മുന്നിലെത്തിയത്. അവരുടെ കാര്യങ്ങൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് കൈരളിയുടെ ടീം അവരുടെ വീട്ടിലെത്തി. ആ ഒരു സമയത്താണ് ഞങ്ങളുടെ ടീമിനോട് അക്ഷര, വളരെ മിടുക്കിയായിട്ടുള്ള പെൺകുട്ടി, പറഞ്ഞത് എനിക്ക് മീഡിയയോട് താല്പര്യമുണ്ട്. അപ്പോൾ സമൂഹത്തോട് മൊത്തം ഇത്രയും നാൾ ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ ഇപ്പോഴും എന്താ പറയാ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു കുടുംബം അല്ലെങ്കിൽ ആ ഒരു പെൺകുട്ടി സ്വന്തം ഒരു ആവശ്യം അല്ലെങ്കിൽ ഒരു ആഗ്രഹം അല്ലെങ്കിൽ ഒരു സ്വപ്നം എന്നുള്ള രീതിയിൽ തന്നെ ഞങ്ങളുടെ അടുത്തത് പറഞ്ഞപ്പോൾ നക്ഷത്രദീപങ്ങൾ ടീം ഏറ്റവും കൂടുതൽ സ്നേഹത്തോടു കൂടി ഒരുപാട് സന്തോഷത്തോടെ ആ കുട്ടിയെ ഞങ്ങളുടെ വേദിയിലേക്ക് വിളിക്കുകയാണ് ഉണ്ടായത്. ഒരുപക്ഷെ ഒരു റിയാലിറ്റി ഷോയിലും അങ്ങനെ ഒരു ഹോസ്റ്റിന്റെ ഒരു ചേഞ്ച് ഒരിക്കലും ഉണ്ടായിട്ടുണ്ടാവില്ല ഈ ഒരു രീതിയിൽ. ഇന്നും ഞങ്ങൾ ഈ ഒരു ഷോ പൂർണ്ണമാകുന്ന ഈ ഒരു വേളയിലും മനസ്സ് നിറഞ്ഞ് ഒരുപാട് സന്തോഷത്തോടെ ഓർക്കുന്നത് ആ ഒരു കുട്ടിയുടെ ഏറ്റവും വലിയൊരു സ്വപ്നം, അല്ലെങ്കിൽ അവളുടെ വൺ ഓഫ് ഹെർ ഡ്രീംസ് എന്ന് ഞാൻ പറയുന്നുള്ളൂ. കാരണം ഒരുപാട് ഇനിയും ജീവിതത്തിൽ നേടാനുള്ള ഒരു കുട്ടിയാണ്. അപ്പോൾ അവളുടെ ആദ്യമായിട്ട് ഞങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്ത ഒരു സ്വപ്നം സാക്ഷാത്കരിക്കാനായിട്ട് ഈ ഒരു ടീമിന് സാധിച്ചു എന്നുള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ചാരിതാർത്ഥ്യമുള്ള ഒരു കാര്യമാണ്. ആ ഒരു കുടുംബത്തിന് ഉള്ള ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു പിന്തുണ അല്ലെങ്കിൽ ആ കുട്ടിക്കുള്ള ഒരു വിൽ പവർ എന്നും അവരുടെ കൂടെ ഉണ്ടാവണമെന്നാണ് ഈ ഒരു നിമിഷവും ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നത്. ചെറുപ്പം തൊട്ടേ ഞാൻ പഠിച്ചു വളർന്നത് ഒരു 7 വയസ്സ് കഴിഞ്ഞപ്പോഴത്തേക്ക് 1 വർഷത്തേക്ക് ഫുൾ അവഗണനയായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു മാറ്റി നിർത്തപ്പെട്ട് കഴിഞ്ഞ പിന്നെ ഒരു ചെറിയ കുട്ടി എന്ന രീതിയിൽ നിന്ന് പിന്നെ ഒരു 2ാം ക്ലാസ് ഒക്കെ എത്തിയപ്പോഴത്തേക്കും വലുതായിട്ട് അങ്ങ് ചിന്തിക്കാൻ തുടങ്ങി ലോകത്തെ കുറിച്ച്. അതുകൊണ്ട് തന്നെ ഇപ്പൊ എനിക്ക് വലിയതായിട്ടൊന്നും തോന്നില്ല. നിങ്ങൾ എല്ലാരും നിനക്ക് അസുഖം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പോലും എനിക്ക് കാര്യമായിട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല. എനിക്ക് അസുഖം ഉണ്ടെന്ന് എനിക്കറിയാം. പല കുട്ടികൾക്ക് ഇതൊന്നും അറിയാതെ ടെൻഷൻ അടിച്ച് ജീവിക്കുന്ന കുറെ പിള്ളേരുണ്ട്. അമ്മേന്റെ സംഘടനയുണ്ട്. ആ സംഘടനയിലൊക്കെ പോകുമ്പോൾ എന്റെ അത്ര ഏജിലുള്ള പെൺകുട്ടികൾക്കൊക്കെ ഭയങ്കര ടെൻഷനാണ് അവരുടെ ഭാവി ഓർത്ത്. ഈശ്വര, ഈ അസുഖം മാറാനായിട്ട് മരുന്ന് കണ്ടുപിടിക്കുവോ, ഞങ്ങൾക്കൊരു ഭാവി ഉണ്ടാവോ, ഞങ്ങൾക്കൊരു നെഗറ്റീവായ പേഴ്സന്റെ കൂടെ വെഡിങ് ഉണ്ടാവോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ടെൻഷൻസ് ആണ്. ഞാൻ മാത്രമേ ഒരു ടെൻഷൻ ഫ്രീ ലൈഫ് നയിക്കുന്നുള്ളൂ. അവർക്കിടയിൽ എല്ലാവരും ഈ അസുഖത്തെ എന്തോ പേടിക്കാണ്. എത്ര വയസ്സുകൊണ്ട് മോൾക്ക് അറിയാം? അങ്ങനെ എനിക്ക് 7 വയസ്സ് തൊട്ട് അറിയാം.
അങ്ങനെ ഡോക്ടേഴ്സ് വിളിച്ചു പറഞ്ഞതാണോ അല്ലെ അമ്മ മനസ്സിലാക്കി കൊടുത്തതാണോ? ഡോക്ടേഴ്സ് വിളിച്ചു പറഞ്ഞത് ഫസ്റ്റ് ഞാൻ എന്റെ ഒരു 7 വയസ്സുള്ള കുട്ടിക്ക് HIV എന്ന് പറയുമ്പോ അപ്പം മനസ്സിലാക്കാനുള്ള ഒരു കഴിവുണ്ട്. കാരണം എന്റെ അച്ഛൻ മരിച്ച HIV ആയതുകൊണ്ടാണ് നാട്ടുകാർ മുഴുവൻ പറയുന്നത്. അപ്പൊ എനിക്ക് എന്തുകൊണ്ട് മനസ്സിലാക്കാനുള്ള കഴിവില്ല? അപ്പൊ 7 വയസ്സിൽ മനസ്സിലായി കുട്ടിക്ക്? ഓ മനസ്സിലായി. HIV ഉണ്ടെന്ന് പറഞ്ഞു. അമ്മ മനസ്സിലാക്കി കൊടുത്തോ? അമ്മ മനസ്സിലാക്കി തരേണ്ട ആവശ്യമൊന്നും വന്നില്ല. കാരണം അന്ന് തൊട്ടേ നാട്ടുകാരെല്ലാം ഒരു അവഗണന, ഒരു അകൽച്ചയാണ്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം എന്തോ കാര്യമായിട്ട് പ്രശ്നമുണ്ട്. കാരണം കളിക്കാൻ വരുന്ന കൂട്ടുകാരൊന്നും കാണുന്നില്ല, വേറെ വീട്ടിൽ കയറാൻ പറ്റുന്നില്ല, സ്വന്തം അച്ഛന്റെ വീട്ടുകാർ പോലും മിണ്ടുന്നില്ലാത്തൊരവസ്ഥ. അപ്പൊ പിന്നെ പ്രത്യേകിച്ച് അതിനെ കുറിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ തന്നെ മനസ്സിലാക്കി. ഓ എന്റെ അച്ഛനെ കുറിച്ചാണെങ്കിൽ ഞാൻ 7 വയസ്സ് വരെ എന്റെ അച്ഛനെ കണ്ടിട്ടുള്ളൂ. ഏറ്റവും സ്നേഹം തന്ന ഒരാളാണ്. എന്താന്ന് വെച്ചാൽ എന്റെ അക്ഷരമൊക്കെ ആദ്യമായിട്ട് എന്റെ പേര് എഴുതിപ്പിച്ചത് എന്റെ അച്ഛനാണ്. എന്റെ അച്ഛനാണ് എന്റെ ഹീറോ. ആ ടൈമിൽ അറിയാത്തായിട്ട് ഒരു കാര്യമില്ല. പാട്ട് തൊട്ട് എന്നെ കവിത ചൊല്ലിപ്പിച്ച് സ്കൂളിൽ കേൾപ്പിച്ച് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അങ്ങനെ എന്തോ ഒരു പ്രൈസ് മേടിച്ചു തന്നിട്ടുണ്ടെന്നോ. അത്രയ്ക്ക് ലവിങ് ആയ ഒരു അച്ഛനായിരുന്നു. പിന്നെ നിങ്ങളോട് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, ഞങ്ങളെ മനുഷ്യരായി തന്നെ കാണുക. എല്ലാവരും അങ്ങനെ തന്നെ കാണുക. പിന്നെ ഞങ്ങളെ പോലെ ഇനി അറിയപ്പെടാത്ത കുറെ കുട്ടികളുണ്ട്. അവരെ അതേപോലെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ആരെ അകറ്റി നിർത്തരുത്. നിങ്ങളിൽ ഒരാളായി തന്നെ കാണുക. ഞങ്ങളും ഈ ഭൂമിയിൽ തന്നെ ജനിച്ചവരല്ലേ, അപ്പൊ അതിന്റേതായ റെസ്പെക്ട് ഞങ്ങൾക്കും തരിക. പിന്നെ ഈ ജീവിക്കുന്ന ജീവിതം വളരെ സുന്ദരമായിട്ട് ഞാൻ ജീവിച്ചു തീർക്കുകയാണ്. അതിലൊന്നും എനിക്ക് ആരോടും പരാതിയില്ല. ഈ അസുഖം കിട്ടിയതില്ലോ അല്ലെ നിങ്ങൾ ആരെങ്കിലും എന്നോട് മുഖം കറുപ്പിച്ച് സംസാരിച്ചാലോ അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമില്ല. എന്നോട് പോസിറ്റീവായിട്ട് ഇടപെടുന്നവരുണ്ട്. എനിക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. അവർക്കിടയിൽ ജീവിക്കാനാണ് എനിക്ക് താല്പര്യം. അല്ലാതെ നിങ്ങൾ ആരെങ്കിലും മുഖം കറുപ്പിച്ചാലോ നിങ്ങളുടെ ഇടയിൽ ഞാൻ നിൽക്കൂല. എനിക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്നവർ, അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ജീവിക്കും. പിന്നെ ഞാൻ പഠിക്കണമെന്ന് താല്പര്യപ്പെടുന്ന കുറെ ആൾക്കാരുണ്ട്. പിന്നെ എനിക്ക് ഈ ലോകത്തോട് കാണിക്കാനുള്ളത് കുറച്ച് കർത്തവ്യം കൂടിയുണ്ട്. കാരണം ഇപ്പൊ എന്റെ അച്ഛൻ മരിച്ചിട്ട് 10 വർഷം. അതിനു മുമ്പ് ഞങ്ങളെല്ലാം മരിച്ചു പോകുമെന്ന് പറഞ്ഞവർ വരെയുണ്ട്. അവരുടെ മുമ്പിൽ എനിക്ക് കാണിച്ചു കൊടുക്കണം ഞാൻ ഇത്രയും നാൾ ജീവിച്ചു, നിങ്ങളുടെ മക്കളെക്കാട്ടും നല്ലൊരു നിലയിലെത്തി. ഇനിയും എനിക്ക് എന്റെ നാടിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണം. എന്റെ നാടിനെ സർവീസ് ചെയ്യണം. അല്ലെങ്കിൽ എനിക്ക് ഒറ്റൊരാളെങ്കിലും ഏറ്റെടുത്ത് പഠിപ്പിക്കാനോ അവർ കുടുംബം ഏറ്റെടുക്കാനോ കഴിയുന്ന ഒരു വിധത്തിൽ ഞാനുണ്ട്. അതിന് ഇപ്പൊ എനിക്ക് കഴിയില്ല. പക്ഷെ മേ ബി ഒരു 10 years കഴിയുമ്പോൾ എനിക്കൊരു ജോലി കിട്ടിക്കഴിഞ്ഞോ ഞാൻ എന്തായാലും തീർച്ചയായും എന്റെ നാടിന് വേണ്ടി അല്ലെങ്കിൽ ഒരു കുടുംബത്തിന് വേണ്ടിയിട്ടെങ്കിലും ഞാൻ സർവീസ് ചെയ്യും. അത് ഉറപ്പാണ്. ആങ്കറിങ് അത് ഇപ്പോഴത്തെ കാലത്തിന്റെ ഇൻഫ്ലുവൻസ് കൊണ്ടായിരിക്കാം. അതും എന്റെ ഒരു പാഷനാണ്. എനിക്ക് നിങ്ങളിൽ ഒരാളായിട്ട് ജീവിക്കണം. നിങ്ങളെപ്പോലെ തന്നെ നിങ്ങൾക്ക് തുല്യരായി എനിക്ക് ജീവിക്കണം. അതിനുള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ് കൈരളി TV എനിക്ക് തന്നിരിക്കുന്നത്. ഒരു അവതാരക എന്നൊരു വേഷം. അത് ഞാൻ നന്നായി കൈകാര്യം ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.